എന്ന് വെച്ചിട്ട് ഒരാളുടെ ജീവിതം ഇങ്ങനെ അവർ ജീവനോടെ ഇരിക്കുന്നില്ല ഇപ്പോഴും. എന്തൊക്കെയാണോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് ഇതിനൊന്നും പ്രതികരിക്കാത്തത്? ഈ യൂണിഫോം ഇട്ടപ്പോൾ സ്കൂൾ കുട്ടീന്റെ ലുക്ക് ഉണ്ടല്ലോ, അതല്ലേ നല്ലത്. അമ്മച്ചായിട്ടിരിക്കുന്നില്ലല്ലോ. പിക്ചർ എന്താണ്, ഈ വീഡിയോ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ ഇവര് ആ പറഞ്ഞ ഹൂളുപ്പില്ലാത്ത സ്ത്രീ വീണ്ടും വീണ്ടും ഇങ്ങനെ എക്സ്പോസ് ആവാൻ വേണ്ടി മാത്രം കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് ശാരിക. ഇവരുടെ വായി തോന്നുന്നത് വിളിച്ച് പറയുന്നത് അനുസരിച്ച് രേണു അപ്പുറത്തെ സൈഡ് എക്സ്പോസ് ആവാണ്. ഇതൊക്കെ ഈ രേണുസുതി എന്ന് മനസ്സിലാക്കാനാ? ഇതുപോലുള്ള വാഴകളെ കൊണ്ട് നടക്കുമ്പം ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് വരെ നടക്കും. ഷഫീന ബീബി മുമ്പേ പറഞ്ഞതാണ്, ചുമ്മാ എന്നെ ഓരോ കാര്യത്തിനും വലിച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ എടുത്ത് എക്സ്പോസ് ചെയ്യുന്നുള്ളത്. ചെയ്തു. അതിനാരാണ് കാരണമായത്? ശാരിക. എന്നിട്ട് ശാരിക വന്ന് ഇന്ന് കൊണയടിക്കുന്നു. എന്ത് വേണ്ട, വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഈ യൂണിഫോം ഇട്ടപ്പോൾ സ്കൂൾ കുട്ടീന്റെ ലുക്ക് ഉണ്ടല്ലോ, അതല്ലേ നല്ലത്. അമ്മച്ചായിട്ടിരിക്കുന്നില്ലല്ലോ, സ്കൂൾ കുട്ടിയായിട്ടിരിക്കുന്നത്. അത് എനിക്ക് ഏറ്റവും കേൾക്കുമ്പോൾ ഞാൻ നേരിട്ട് കാണുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ കുഞ്ഞ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇച്ചിരി ഉള്ള കുഞ്ഞ്, ഇച്ചിരി ഉള്ള അമ്മച്ചി, അതാണ് ശരിക്കും യോജിക്കുന്നത്. അമ്മച്ചി നേരിട്ട് കാണും ഇതല്ലതാ അമ്മച്ചിയാണോ എന്ന് ചോദിക്കുന്നത് എല്ലാം തന്നെയാണ്. സ്കൂൾ കുട്ടി പോലെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം. നേരിട്ട് കാണുമ്പോൾ കുഞ്ഞു കൊച്ചിനെ പോലാന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം. സ്കൂബിയുടെ ബാഗും മേടിച്ച് കുടയും മേടിച്ച് പോയിരുന്ന് അങ്കൻവാടി ഇരിക്കുന്നതല്ല ഇപ്പോൾ. അപ്പം അതിനേക്കാളും ആൾക്കാർ പറയാം, അയ്യോ ദേതാ മുതുക്കി കൊച്ചെന്ന് പറയും. പോയിരിക്കുക, സ്കൂബിയുടെ ബാഗും സ്കൂബിയുടെ കുടയും വാട്ടർ ബോട്ടിലും എല്ലാം മേടിച്ചിട്ട് അങ്കൻവാടി ചെന്നിരിക്കുക. ചെല്ല് അവർക്കൊന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. കോണ്ടന്റ് ക്രിയേറ്റർ കണക്കാക്കാൻ നല്ല ഒരുപാട് നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ എത്രയോ മാന്യന്മാരുണ്ട്. അവരൊന്നും ഇവരെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അവര് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാം തുടങ്ങി വെച്ചത് ഈ തള്ള. ഹോട്ട് സിറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചത് ഇവര്. അവരുടെ വീട്ടിൽ പോയി വീടിന്റെ പ്രശ്നം ചക്ക മാങ്ങ എന്ന് പറഞ്ഞ് വീണ്ടും എടുത്തിട്ട് കൊടുത്തത് ഇവര്. ഇപ്പം അതേ വീണ്ടും അവരെടുത്തിട്ടങ്ങ് കൊടുത്തേക്കുന്നു. എന്നിട്ട് രേണുസുതിയുടെ മുന്നിൽ നല്ല വെള്ള ചമയുന്നു. അതായത് ഫ്രണ്ടിൽ നല്ല വെള്ള ചമഞ്ഞിട്ട് പുറകിക്കൂടെ കുത്തുന്നു. ഇത് പുറകിക്കൂടെ കുത്തുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, ഒപ്പം നിന്ന് പുറകിൽ നിന്ന് കുത്തുന്നു, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം കൂടെ പിടിച്ച് നിർത്തിയാണ് ഇമാതിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഷഫീന ബേബീനെ കൊണ്ട് വീണ്ടും വീണ്ടും ഓരോന്നെടുത്ത് പുറത്തോട്ട് ഇടിയിക്കുന്നത്. അപ്പോൾ പിന്നെ കൂടെ നിന്ന് കുത്തുന്നു എന്ന് പറയാനല്ല പറ്റത്തുള്ളൂ, പുറകിൽ നിന്ന് കുത്തുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അവർ അഭിനയിക്കുക, ആൽബത്തിൽ പോവുക, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുക, ഇതൊക്കെയല്ലേ അവർ ചെയ്യുന്നത്. അതുപോലെ അവനവൻ്റെ പണിയെടുത്ത് അപ്പം ബാക്കി സബ്സ്ക്രിപ്ഷനിൽ തുണിയൊരു കാണിക്കുന്നതൊക്കെ ജോലിയുടെ ഭാഗമായിരിക്കും അല്ലേ? ഷോ എന്തോന്ന് ശാരികേ, വന്നിട്ട് ഇങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാവോ? ജോലി എടുത്ത് ജീവിക്കുന്ന പോലും തുണിയൊരു കാണിക്കുന്നതാണല്ലോ ഇപ്പോൾ ജോലി എടുത്തുള്ള ജീവിതം. മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒരാളെ വലിച്ചു കീറുന്നതിന് ഒരു പരിധിയില്ലേ? വലിച്ചു കീറാൻ ആരാണ് കാരണം ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാനുള്ള റീസൺ ഇട്ട് കൊടുക്കുന്നത്? ഞങ്ങളാണോ? രേണുസുതിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ ഇതുപോലെയുള്ള വാഴകൾ വന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ രേണുസുതിനെ വീണ്ടും ഇട്ട് തരും. എന്നിട്ട് കുറ്റം ഇത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊള്ളാലോ ഇത് പരിപാടി. രേണുവിനെ അറിയാം. രേണുവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു വുമണാണ്. എന്താ പറയുന്നത്, അവരാരുടെയും പുറകെ കടം ചോദിച്ചോ അല്ലെങ്കിൽ അവരാരുടെ പുറകെ ജോലി ചോദിച്ചോ ചെല്ലുന്നില്ല. അവർ അന്തസ്സായിട്ട് അവർ പണിയെടുത്ത് ജീവിക്കാൻ നേരത്തെ പറഞ്ഞിട്ട് അവർ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തിനാണ് പുറകെയാണെന്ന് ശല്യപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും കാണാം. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരാളുടെ ജീവിതം ഇങ്ങനെ അവർ ജീവനോടെ ഇരിക്കുന്നില്ല ഇപ്പോഴും. എന്തൊക്കെയാണോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് ഇതിനൊന്നും പ്രതികരിക്കാത്തത്? എന്തൊക്കെയാണ് അവരെ കുറിച്ച് പറയുന്നത്? നാടകം തമ്മി പറഞ്ഞു വെച്ച് നടത്തിയ ഒരു നാടകമാണ് ഹോട്ട് സീറ്റ്. രേണുസുതി കുറെ ചോദ്യം എഴുതി കൊടുക്കും, അവരത് ചോദിക്കും, എന്നിട്ട് അവർ തമ്മിൽ തന്നെ അവിടെ ഇരുന്ന് തല്ലുണ്ടാക്കും. ഇത്രേ ഉള്ളൂ ഹോട്ട് സീറ്റ്. ഇതാണ് ഇവരുടെ തൊലിഞ്ഞ ഹോട്ട് സീറ്റ്. നമ്മളതിനകത്ത് ഇരുത്തുന്നത് അല്ലാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ലൈവായിട്ട് ചെയ്യുന്നൊരു സാധനമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ ഇടപെടുമ്പോൾ അവരുടെ പെർമിഷൻ എടുക്കണം. ഷഫീന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്കൊന്നും പറയാനില്ല. ഷീസച്ചേ ബാക്കി വന്നില്ല. ഇതാണ് ഷഫീന ബീവിക്ക് അങ്ങ് കൊണ്ടതും ഷഫീന ബീബി എടുത്തിട്ട് എല്ലാം കൂടെ പുറത്തിട്ടതും. കയ്യിലിരിപ്പിൻ്റെയാണ്. ആരുടെ? ഇതിനെ കൂടെ കൊണ്ട് നടക്കുന്ന രേണുസുതിയുടെ കയ്യിലിരിപ്പിൻ്റെയും ഇവരുടെ വായുടെയും പ്രശ്നമാണ് ഇപ്പോൾ പുറത്ത് വന്ന കാര്യങ്ങൾ മൊത്തം. മുൻപേ അവർ പറഞ്ഞതാണ് കയ്യിൽ ഇനിയും ബാക്കി ഇഷ്ടം പോലെ കിടപ്പുണ്ട്, ഇനിയും ചൊറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എടുത്തിട്ട് പുറത്ത് ഇടുന്നുള്ളത്. എന്നിട്ടും ചൊറിയാൻ കാണിച്ച മനസ്സ് ശാരികയെ സമ്മതിക്കണം.
എന്താണ്, ഈ വീഡിയോ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ ഇവര് ആ പറഞ്ഞ വ്യക്തിക്ക് അയച്ചു കൊടുത്ത ഒരു വീഡിയോ ആണ് ഇത്. കാലിൻ്റെ വീഡിയോ, കാലിൽ എന്തോ സാധനം തേക്കുന്ന വീഡിയോ എടുത്തിട്ട് ആ മെസ്സേജ് അയച്ച, അതായത് AI എന്ന് പറഞ്ഞില്ലേ രേണുസുതി, ആ വ്യക്തിക്ക് അയച്ചു കൊടുത്തതാണ് അത്. ഉളുപ്പുണ്ടോ തള്ളേ നിങ്ങൾക്ക്? നാട്ടുകാരെ ഇങ്ങനെ സബ്സ്ക്രിപ്ഷനിൽ വരുന്നവന്മാർക്ക് കാലും കൈയും മറ്റേതൊക്കെ അയച്ചു കൊടുത്തിട്ട് ഉളുപ്പില്ലാതെ വന്ന് നിന്ന് ന്യായീകരിക്കാൻ നിനക്ക് നാണമുണ്ടോ? ഈ കാണിക്കുന്നത് ഈ ക്രീം ഇടുന്നത് എന്താണ് കാണിക്കുന്നത്? നീ നിന്റെ ചാമത്തിൽ ക്രീം ഇടുന്നത് അയാളെ കാണിക്കേണ്ട ആവശ്യം എന്തുവാ? എന്നിട്ട് കോഫി കുടിക്കാൻ മറ്റേ ജ്യൂസ് കുടിക്കാനുള്ള വിളി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. കാര്യം എന്താണ്? അതെന്തിനാണ് ആ ക്രീമൊക്കെ ഇട്ട് ആ ഒരു സംഗതി നീ എടുത്ത് സബ്സ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്? അതെന്തിനാണ്? ഉളുപ്പില്ല, നാണമില്ല, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, അതിനുള്ള വഴിയാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചേക്കുന്ന തളച്ചി. അല്ല തള്ളേ, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഒന്നുകിൽ അവിടെ എന്തെങ്കിലും ഞൊളയുന്നായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കയറിയിരുന്ന് കടിക്കുന്ന എടുത്ത് കളയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരിക്കും. നീ എന്തിങ്ങനെ കിടന്ന് പൊളയുന്നത്? അങ്ങ് പൊളഞ്ഞ് മരിക്കുകയാണല്ലോ. വിധവ പൊളയാണ് കേട്ടോ. ഇവരാണോ വിധവ? വിധവകളൊക്കെ ഇങ്ങനെയാണോ? അവിടെ എവിടെയും കാണിച്ച് സബ്സ്ക്രിപ്ഷനിലിരിക്കുന്ന ആൾക്കാർക്ക് വീഡിയോയും ഫോട്ടോയും അയച്ചു കൊടുത്ത് ഇങ്ങനെയാണോ വിധവകൾ നടക്കുന്നത്? വിധവ എന്ന് പറയരുത്. ഇതൊക്കെ വിധവയ്ക്കൊക്കെ അപമാനമാണ്. ഇവരെ പോലെയുള്ള സ്ത്രീകൾ വിധവയാണെന്ന് പോലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഒരു ഉളുപ്പില്ലാണ്ട് ഈ പരട്ട സ്ത്രീ പറയുന്ന ഒരു കാര്യമാണ്, ഒരു വിധവയല്ലടേ, ജീവിച്ചു പൊക്കോട്ടെ. ഇങ്ങനെയാണോ എല്ലാ വിധവകളും പെരുമാറുന്നത്? ഇങ്ങനെയാണോ അവർ ജീവിക്കുന്നത്? അന്തസ്സായിട്ട് തൊഴിലുറപ്പിന് പോയിട്ടാണേലും അവർ ജീവിക്കും, അല്ലാണ്ട് ഇമാതിരി വിറ്റ് ജീവിക്കത്തില്ല. തള്ളി അങ്ങ് മറിക്കുക. ഇങ്ങനത്തെ ഒരു ഞാൻ ഒന്നും പറയുന്നില്ല. ഒരുപാട് അയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഇനി AI ആണെന്നും AIയുടെ കുഞ്ഞമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് വരുമോ? നാറിയില്ലേ സ്ത്രീയെ? ഇനിയും കൂടുതൽ നാറാൻ വേണ്ടിയിട്ട് ആ പിശാചിനെ കൂടെ കൊണ്ട് നടന്നിട്ട് എന്തിനാ വീണ്ടും? ആ സ്ത്രീക്ക് നാവിന് ലൈസൻസ് എന്ന് പറയുന്ന സാധനം ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ഇനിയും ഇതുപോലെ ഓരോന്ന് വിളിച്ചു പറയും. നിങ്ങൾ ഇനിയും ഇതുപോലെ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കും. അത് വേണ്ടാന്നാണെങ്കിൽ ശാരിക എന്ന് പറയുന്ന വ്യക്തിയുടെ കൂട്ടുകെട്ട് പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കുക. കാരണം നിങ്ങൾ അത്ര നല്ല സ്ത്രീയൊന്നും അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇമാതിരി പണിയെടുക്കത്തില്ല. ഓരോന്ന് അയച്ചു കൊടുത്തിട്ട് നിങ്ങളിപ്പോൾ ഈ പെരുമാറുന്നതുണ്ടല്ലോ, കൊള്ളാം. ഞാൻ ഒന്നും അറിഞ്ഞില്ല, അത് AI ആണ്, എനിക്ക് ഓർമ്മയില്ല, കുഞ്ഞമ്മയുടെ നായരാണ്, മറ്റേതാണ്, മറിച്ചതാണ്. കേൾക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. ഇനിയെങ്കിലും നന്നായിക്കൂടെ? കുറേ കാലമായി കുറേ ആൾക്കാർ കൂടി ഇരുന്ന് പറയുമല്ലേ നന്നാവ്. എവിടെ? ശരി എന്നാൽ.